അല്ല കൊച്ചിന്റെ ചോറൂണ് നടത്തണില്ലേ? മാളു അടുത്ത ആഴ്ച ഗുരുവായൂർ വെച്ച് നടത്താന്നാ വിചാരിച്ചേക്കണേ. ഗുരുവായൂരാണ് എന്റെ മോന്റെ അതേ കിച്ചുമോന്റെ ഗുരുവായൂർ വെച്ചാ നടത്തിയത്. അല്ല നീ ഇപ്പൊ എന്റെ വീട്ടിലേക്കൊന്നും വരാറില്ലല്ലോ? എവിടെ സമയം മാളു, കൊച്ചിന്റെ പുറകെ നടക്കാൻ തന്നെ സമയം തികയണില്ല എനിക്ക്. പിള്ളേരൊക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ സമയം പോണതേ അറിയൂല. ഇടി ദീപം ഉണ്ടല്ലോ. എടി ദീപേ, ഇവിടെ വന്നേടി. അല്ല നീ ഇതെവിടെ പോയി? ഞാൻ തയ്ക്കാൻ കൊടുത്തത് മേടിക്കാൻ. വാവേ വാ, ആന്റി എടുക്കാം. അതെ, കൊച്ചിപ്പൊ കുറുക്ക് കഴിച്ചോളൂ, എടുത്താലേ ഛർദിക്കും. അല്ല ദീപേ, നിങ്ങള് കൊച്ചുങ്ങൾ ഉണ്ടാവാനായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഒന്നും ആയില്ലല്ലേ? ഒന്നും ആയില്ല, ഞങ്ങളിപ്പോ നിർത്തി. അതെന്തായാലും നന്നായടി, വെറുതെ പൈസ കൊണ്ടേ കളയാൻ ഇതിനൊക്കെ ഒരു യോഗം വേണം. പിന്നെ ഇങ്ങനെ വണ്ടുള്ളവർക്ക് കുട്ടികളൊക്കെ ഉണ്ടാവനേ താമസോ ഞാനേ എവിടെ വായിച്ചിട്ടുണ്ട് ഇങ്ങനെ. ആണല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടടി. പിന്നെ പിള്ളേരില്ലാണ്ട് എന്ത് ജീവിതോടി. അതൊക്കെ പോട്ടെ, നിനക്കൊരു കാര്യം അറിയോ? ഇന്നലെ ഞാൻ ഇവനെ കുളിപ്പിച്ചപ്പോ ഇവനെന്നെ അമ്മേന്ന് അത് കേട്ടപ്പോ ഉണ്ടല്ലോ എന്റെ ദീപേ, ഒന്നും പറയണ്ട. എനിക്കാകെ രോമാഞ്ചം വന്നിട്ടുണ്ടല്ല. അവൻ ഞാൻ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്ത്. നിനക്ക് അങ്ങനെ ഒരു അമ്മേന്ന് വിളി കേൾക്കാനുള്ള യോഗം ഇല്ലാണ്ടായി പോയല്ലോ ദീപേ. വല്ലാത്ത കഷ്ടമാണല്ലേ മാളു. അത് ശരിയാണ്, അതൊരു യോഗമാണ്. എന്നാ ശരി, ഞാൻ പോണ്ടാ. എന്റെ അച്ചു, നീ ആ ദീപനോട് എന്തൊക്കെയാണ് പറഞ്ഞത്? എന്താണ്? ഈ മക്കളില്ലാത്തവരോട് ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടത്. ഞാൻ കാര്യല്ലേ പറഞ്ഞത്? പിന്നെ കാര്യം എടി, ഇങ്ങനൊന്നും പറയല്ലേടി. അവൾക്ക് എന്തോരം വിഷമമായിട്ടുണ്ടാവും. അല്ല, അവള് കൊച്ചിനെടുക്കാൻ കൈ നീട്ടിട്ട് നീ എന്താണ് കൊച്ചിനെ കൊടുക്കാതിരുന്നത്? എടി, ഇങ്ങനെയുള്ള മച്ചുകളെടുത്തേ കൊച്ചിനെ കൊടുത്താലേ കണ്ണ് വീഴും, എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൊടുക്കാൻ. പിന്നെ കണ്ണ് വീഴും, നിന്റെ ഓരോ അന്ധവിശ്വാസങ്ങള്. ആ കൊച്ചിനൊന്ന് അവക്കൊന്ന് എടുക്കാൻ കൊടുത്തിരുന്നെങ്കിലേ അവക്ക് എന്തോരം സന്തോഷമായെന്ന് അറിയോ? നിന്നെ പോലെ കുറെ എണ്ണങ്ങളുണ്ട് ഈ മക്കളില്ലാത്തവരെ കാണുമ്പോ ഈ പിള്ളേരെ കൊണ്ട് അവരുടെ ബുദ്ധി കിടന്ന് ഒരു വക ഷോ കാണിക്കല്. മനഃപൂർവ്വം അവരെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ലേ? ഇങ്ങനെയുള്ളവരെ വേദനിപ്പിക്കുമ്പോ നിനക്കൊക്കെ എന്ത് സന്തോഷമാണ് കിട്ടണത്? കഷ്ടം. നീ ഒരു കാര്യം ഓർത്തോ, ഇങ്ങനെയൊക്കെ ചെയ്താലേ വെറുതെ ദൈവത്തിന്റെ ശാപം മേടിച്ചു നോക്കാന്നുള്ളൂ. ഞാൻ പറയാനുള്ളത് പറഞ്ഞ്, ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം. ഞാൻ പോണു. അതെ, ഇവളെ പോലെ കുറെ പെണ്ണുങ്ങളുണ്ട്. ഈ മക്കളില്ലാത്തവരെ മക്കളെ കാണിച്ച് കൊതിപ്പിച്ച് അവരെ വേദനിപ്പിച്ച് സന്തോഷം കണ്ടെത്തുന്നവർ. ഇവരോട് ദൈവം ക്ഷമിക്കട്ടെ.